ഭാഗത്തോട്ടുള്ള ശക്തമായിട്ടുള്ള വ്യോമാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് നേരത്തെ പ്രവചിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒന്നാമത്തെ കാര്യം അത്ര വലിയ സുഖകരമായിട്ടുള്ള ഒരു ബന്ധത്തിലല്ല എന്ന് കൃത്യമായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഖത്തർ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒമാൻ തീർച്ചയായിട്ടും എപ്പോഴും നയതന്ത്രപരമായിട്ട് ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആരുമായിട്ടും അങ്ങനെ പ്രശ്നത്തിന് പോകുന്ന ഒരു രാജ്യമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന രാജ്യങ്ങളാണ് UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും. ഈ നിലപാടുകളാണ് GCCയിലും ഗൾഫ് സുരക്ഷാ കൗൺസിലും ഒക്കെ ഏറ്റവും അധികം നിർണായകമായിട്ട് പുറത്തേക്ക് വരുന്നത് സൗദിയുടെയും UAEയുടെയും നിലപാടുകളാണ്. ഈ സൗദി UAEയുടെയും ഏറ്റവും അടുത്ത സഖ്യ കക്ഷി എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരെ എപ്പോഴും സുരക്ഷിതമായിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സുരക്ഷിതമായിട്ട് കാത്തുപരിപാലിക്കുന്നത് US ആണ് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. അക്കാരണത്താൽ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണിലുള്ള US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആക്രമിച്ചു എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് ആക്രമിച്ചു, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ അവരുടെ മണ്ണിൽ കയറി ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന പ്രതികാരം, മുന്നോട്ട് വെക്കുന്ന പ്രത്യാക്രമണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് കൊള്ളുന്നത് രണ്ടുപേർക്കാണ്. ഒന്ന് ഗൾഫ് രാജ്യങ്ങളിൽ, സപ്പോസ് UAEയിലാണ് ആ ഒരു ആക്രമണം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും UAEയുടെ പരമാധികാരത്തിന് മേലെയുള്ള ആക്രമണമായിട്ട് അത് വിലയിരുത്തപ്പെടും. രാജ്യാന്തര നിയമങ്ങൾക്ക് മേലെയുള്ള ഒരു ആക്രമണമായിട്ട് വിലയിരുത്തപ്പെടും. തീർച്ചയായിട്ടും UAEക്ക് മേലെയുള്ള ആക്രമണമായിട്ട് തന്നെ വിലയിരുത്തപ്പെടും. ഒപ്പം തന്നെ അത് USന് മേലെയുള്ള ആക്രമണമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഇറാൻ അറിയാം. അക്കാരണത്താൽ തന്നെയാണ് ഇത്തരത്തിൽ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടത്താനായിട്ട് ഇറാൻ നടത്തുന്നത്. ഗൾഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ 5 ഗൾഫ് രാജ്യങ്ങളുടെയെങ്കിലും മണ്ണിൽ ഒരേ സമയം ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു പരമാധികാര രാഷ്ട്രം തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ആയാലും കഴിഞ്ഞ 2-3 ദശകങ്ങളിലൊക്കെ ആയിട്ടായാലും, പ്രത്യേകിച്ച് UAE രൂപീകൃതമാകുന്ന 1971 ശേഷമൊക്കെ ആയാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം ആക്രമണങ്ങൾ നടത്തിയിരുന്നത് ഹൂതികളായിരുന്നു. യമനിൽ നിന്നുള്ള വിമതരായിട്ടുള്ള ഹൂതികളായിരുന്നു. അവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത് സൗദി അറേബ്യയും ഒപ്പം തന്നെ അബുദാബിയുമായിട്ട്